+1 ഫിസിക്സിലെ ലോസ് ഓഫ് മോഷൻ ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം രണ്ട് രീതിയിൽ നമ്മൾ ഡിറൈവ് ചെയ്യാറുണ്ട്. ഫ്രം ദി സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ നിന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം നമ്മൾ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാറുണ്ട്. അവിടെ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എല്ലാവർക്കും അറിയാവുന്ന ലോ ആണ്. The rate of change of linear momentum of a body is directly proportional to applied force and take place in the direction of force applied എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഡെഫിനിഷൻ എല്ലാവർക്കും 10ാം ക്ലാസ് തൊട്ട് അറിയുന്നതാണ്. ഒരു ബോഡിയുടെ മൊമെന്റത്തിൽ വരുന്ന ചേഞ്ച് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ആദ്യമേ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആണ്. മൊമെന്റം വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് മൊമെന്റത്തിൽ വരുന്ന ചേഞ്ച് ഏത് ഡയറക്ഷനിലാണ്? ആ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഫോഴ്സിന് അതേ ഡയറക്ഷനാണ്. ഇത് നമുക്കറിയാം. ഇപ്പൊ ഇതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം d/dt ഓഫ് p മൊമെന്റം വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ്. ഇങ്ങനെ നമുക്ക് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം, അല്ലെ? ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇത് അല്ലാണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് നമ്മൾ എന്തിനാ ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ d/dt ഓഫ് m into v, മൊമെന്റം എന്ന് പറഞ്ഞ മാസിന്റെ വെലോസിറ്റി ആണ്. സോ d/dt ഓഫ് m into v എന്ന് പറഞ്ഞിട്ട് d/dt ഓഫ് മൊമെന്റത്തെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇതിനെ തന്നെ മാസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് m into d/dt ഓഫ് v എന്ന് എക്സ്പ്രസ് ചെയ്താൽ വിച്ച് ഈസ് ഈക്വൽ ടു m into a. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആയതുകൊണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു m എന്ന് എഴുതാം. ഇതിനെ നമുക്ക് ഫോഴ്സ് ആയിട്ട് എഴുതാം. ഈ ഇക്വേഷനിൽ തന്നെ d/dt ഓഫ് p, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയണേനെ നമ്മൾ ഇവിടെ ഫോഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം, അല്ലെ? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഏതെങ്കിലും കാരണത്താൽ ഈ എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0, ഇത് 0 ആണെങ്കിൽ ഇവിടുത്തെ ഇക്വേഷനില് ഈ d/dt ഓഫ് p എന്ന് പറയുന്നത് എന്തായി മാറി? 0 ആയി. നമുക്കൊരു ചോദ്യമായിട്ട് ചോദിക്കുകയാണ്, ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ച്, ഈസ് ദർ എനി ചേഞ്ച് ഇൻ മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ടൈം? ടൈം മാറുന്നതിനനുസരിച്ച് മൊമെന്റത്തിൽ ചേഞ്ച് ഉണ്ടോ? നോ, ദർ ഇസ് നോ ചേഞ്ച് ഇൻ മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈം മാറുന്നതിനനുസരിച്ച് മൊമെന്റം മാറുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് എഴുതാം? പി എന്ന് പറയുന്നത് മാറുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല, അതൊരു കോൺസ്റ്റന്റ് ആണ് എന്നുള്ളത് കൊണ്ട് ഇതിനെ നമ്മൾ എന്തെന്ന് പറയാറുണ്ട്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റ് എന്ന് പറയാറുണ്ട്. അപ്പൊ എന്താ പറയേണ്ടത്? നമ്മൾ എങ്ങനെയാ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്ന് ചോദിക്കുകയാണ്. വാട്ട് ഈസ് ഓക്കെ, ഇങ്ങനെ തന്നെ എഴുതാം, അല്ലെ? വാട്ട് ഈസ് ലോ ഓഫ് conservation of linear momentum എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? വി ഹാവ് ആൻസർ ചെയ്യുമ്പോൾ എങ്ങനെ ആൻസർ ചെയ്യും? വി ഹാവ് ഓർ നമുക്ക് എന്ത് പറയാം? അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ d/dt ഓഫ് p is equal to f external, അല്ലെ? വേണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊടുക്കുക, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് പറയാണ് ഇഫ് എഫ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു 0 then d/dt ഓഫ് p is equal to 0. That is p is equal to a constant. This is known as law of conservation of linear momentum. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു നോട്ട് ആണെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഇതാ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ ഈ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നേരത്തെ പറഞ്ഞത് മനസ്സിലാവാൻ വേണ്ടിയാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഇത്രയാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ ഇതിനെ പറയാം, ഇതേപോലെ കൺസൈസ് നോട്ടുകൾ എന്ന് പറയുന്നത് ഇതേപോലെയാണ്. ഓക്കെ, ഇപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ഫ്രം സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമുക്ക് കഴിഞ്ഞു. ഇതേപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ, വളരെ ഫേമസ് ആയിട്ടുള്ളത്, അല്ലെ? To every action there is equal and opposite reaction. റിയാക്ഷൻ എന്ന് പറയുന്നത് പെയർസ് ആയിട്ടാണ് നമുക്ക് കാണപ്പെടുക, അല്ലെ? എന്ന് പറഞ്ഞാൽ ഇതിനെങ്ങനെയാ മാത്തമാറ്റിക്കലി ഇങ്ങനെയാ ഈ ലോ ഓഫ് ഈ സെക്കൻഡ് ലോ തേർഡ് ലോനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ രണ്ട് ബോഡികളുണ്ട്. ഒരു ബോഡി എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ബോഡിയുമേൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഫോഴ്സിനെ FAB എന്ന് എഴുതാം, ഫോഴ്സ് ഓൺ B by A. നമ്മളാണ് പറയുന്നത് ദിസ് നൊട്ടേഷൻ AB റെപ്രസെന്റ്സ് ഫോഴ്സ് ഓൺ B by A. സോ ദാറ്റ് ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? -FBA എന്ന് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാം.
എഫ് എ ബി എന്ന് പറയുന്നത് ഫോഴ്സ് ഓൺ ബി ബൈ എ ആണെങ്കിൽ ഇവിടെ ഇതെന്തായിരിക്കും എഫ് ബി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ എ ബൈ ബി ആയിരിക്കും. എ എന്ന് പറയുന്ന ബോഡി ബിമേൽ ഒരു ഫോഴ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ബി എമേൽ ഉണ്ടാക്കുന്നുണ്ട്. അത് ഏത് ഡയറക്ഷൻ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇവിടെ ഒരു മൈനസ് സൈൻ വന്നു. ഇങ്ങനെ നമുക്ക് വെക്ടർ എഫ് എ ബി ഇസിക്കൽ ടു മൈനസ് വെക്ടർ എഫ് ബി എന്ന് എഴുതാം. എങ്ങനെ? ഏതിനെ എഴുതാം? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷനെ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എന്തിനെ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിനെ വേറെ രീതിയിൽ പ്രൂവ് ചെയ്യാം. അതെങ്ങനെ പ്രൂവ് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് ബോഡീനെ കൺസിഡർ ചെയ്യാണ്. എ ബോഡി എ വിത്ത് മാസ് m1 which is moving initially with velocity u1 and second body of mass m2 we can call it as b which is moving with the initial velocity u2 on one condition, that is u1 greater than u2. u1 u2 നൊക്കെ വലുതാണെങ്കിൽ എന്തുണ്ടാവും? ഈ രണ്ട് ബോഡികൾ വന്ന് കൊളൈഡ് ചെയ്യും. m1 m2 മേൽ കൊളൈഡ് ചെയ്യും, ഇടിക്കും. ഓക്കെ, ആ ഇടിക്കാനായിട്ട് ആകെ എടുക്കുന്ന ടൈം ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു സ്മോൾ ടൈം ആണെങ്കിൽ ആഫ്റ്റർ കൊളിഷൻ m1 ബോഡി മൂവിങ് വിത്ത് ഫൈനൽ വെലോസിറ്റി v1 ആൻഡ് m2 ബോഡി മൂവിങ് വിത്ത് ഫൈനൽ വെലോസിറ്റി v2 ഇങ്ങനെ മൂവ് ചെയ്യണതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ കൊളിഷൻ സംഭവിച്ച സമയത്ത് എ എന്ന് പറയുന്ന ബോഡി ബി എമ്മെ കൊളൈഡ് ചെയ്ത സമയത്ത് എ ബി എമ്മെ കൊളൈഡ് ചെയ്ത ആക്ഷൻ ആണെങ്കിൽ ബി എമ്മേൽ ഉണ്ടാക്കുന്നത് റിയാക്ഷൻ ആണ്. സോ അതിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യുമ്പോൾ എഫ് എ ബി ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ബി എ എന്ന് പറഞ്ഞിട്ട് എക്സ്പ്രസ് ചെയ്യാം. ഇതിനെ നമ്മൾ പറയുന്നത് ഫോഴ്സ് ഓൺ ബി ബൈ എ. ബി എം എൽ എ ഉണ്ടാക്കുന്ന ഫോഴ്സ്. ബി എം എ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ബി എന്ന് പറയുന്ന ബോഡിയുടെ മാസ് m2, അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇപ്പോ ഇടിക്ക് ശേഷം എന്താണ്? ആ m2 ബോഡിയുടെ വെലോസിറ്റി v2 ആയിട്ടുണ്ട്. അതെന്തായിരുന്നു? u2 ആയിരുന്നു. അപ്പൊ നമ്മൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എഴുതി. എത്ര സമയം കൊണ്ടാ ചേഞ്ച് ഇൻ വെലോസിറ്റി? ഡെൽറ്റ ടി ടൈം കൊണ്ടാ. സോ മാസ് ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം, മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഇതിനെ നമുക്ക് ഫോഴ്സ് ആയിട്ട് തന്നെ കരുതാം. ഏത് ഫോഴ്സ് ആയിട്ട്? m2 മേൽ m1 ഉണ്ടാക്കിയ ചെലുത്തി അല്ലെങ്കിൽ അത് എക്സേർട്ട് ചെയ്ത ഫോഴ്സിനെ m2 into v2 minus u2 divided by delta t എന്ന് പറയും, which is equal to മൈനസ് ഈ m1 m2 മേൽ ഫോഴ്സ് ഉണ്ടാക്കിയ m2 തിരിച്ച് m1 മേൽ ഉണ്ടാക്കുന്ന ഫോഴ്സിനെ നമുക്ക് അതിന്റെ ഫലമായിട്ട് m1ന്റെ വെലോസിറ്റി u1ൽ നിന്ന് v1 ആയി മാറി. സോ ആ ഫോഴ്സിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് m1 into v1 minus u1 divided by delta t എന്ന് പറയുന്നത്. ഈസി അല്ലേ ഇക്വേഷൻ? ഇങ്ങനത്തെ രണ്ട് ഇക്വേഷൻസ് അറിയാമെങ്കിൽ, ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ ഡെൽറ്റ ടി നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ m2 v2 മൈനസ് m2 u2 വിച്ച് ഈസ് ഈക്വൽ ടു, ഈ മൈനസും കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മൈനസ് m1 v1, ഈ മൈനസും പ്ലസ് ആയി പ്ലസ് m1 u1. അപ്പൊ ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. ഈ ടേമിനെ ആദ്യം എഴുതാം. അതായത് മൈനസ് m1 v1 plus m1 u1 which is equal to m2 v2 minus m2 u2. ഇതിങ്ങനെ എന്തിനാ എഴുതണമെന്ന് വെച്ചാൽ ഈ ടേം ഇവിടെ നിർത്താണ്. m1 u1 ഈ മൈനസ് m2 u2 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ പ്ലസ് m2 u2 which is equal to ഇവിടെയുള്ള m2 v2 അവിടെ തന്നെയുണ്ട്. ഈ മൈനസ് m1 v1 ഇപ്പുറത്ത് പോയ പ്ലസ് m1 v1. ഇത് നോക്കി നോക്കിയേ, ഇത്രയും പാർട്ട് നോക്കി കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ പറയാം ഒന്നാമത്തെ ബോഡിയുടെ ഇനിഷ്യൽ മൊമെന്റം പ്ലസ് രണ്ടാമത്തെ ബോഡിയുടെ ഇനിഷ്യൽ മൊമെന്റം, ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ഇത് നോക്കുമ്പോൾ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ. അങ്ങനെ ഇവിടുത്തെ കേസിൽ ഈ കൊളിഷനിൽ നമുക്ക് പറയാം, ഈ കൊളിഷൻ വെച്ചുകൊണ്ട് പറയാം ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ. ഇതിപ്പോ എവിടെ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഈ ഒരു ഇക്വേഷനെ കിട്ടിയ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ നിന്നാ കിട്ടിയ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ എന്നുള്ളതും ഇതും എന്ത് തന്നെയാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റ് ആണ്. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ ഇതിന്റെ നേരത്തെ പറഞ്ഞ കൺസൈസ് PDF നോട്ട് വേണമെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക. ലിമിറ്റഡ് ടൈമിൽ മാത്രമേ ഇതെനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രിന്റ് ചെയ്യാവുന്ന ആ ഒരു PDF നോട്ട് സെൻഡ് ചെയ്ത് തരാൻ പറ്റും. അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.